ഹായ് ഓൾ ബുക്കിന്റെ ക്ലാസ് ആണ്. 106ാമത്തെ പേജ് എടുക്കൂ. പേജ് എടുത്തിട്ട് പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻ വിതിൻ 5 മിനിറ്റ്സ് 5 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, ബുക്ക് കയ്യിലെടുക്കുക, പേജ് നമ്പർ 106 എടുക്കുക. 5 മിനിറ്റ് കൊണ്ട് 10 ക്വസ്റ്റ്യൻ ചെയ്തൊന്ന് നോക്കുക, പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് വീണ്ടും വീഡിയോ പ്ലേ ചെയ്തിട്ട് വരൂ. നോക്കൂ, 391ാമത്തെ ക്വസ്റ്റ്യൻ. Don't look down dash the poor. Don't look down upon the poor. Don't look down upon the poor. അല്ലേ, അവിടെ upon ആണ് വരുന്നത്. Then this is dash mountain in the area. Are you sure that you can climb it? This is the steepest mountain in this area. ഈ ഏരിയയിലെ steepest mountain. ഇപ്പം സൂപ്പർലേറ്റീവിന് മുമ്പ് എന്ത് വേണം? ദാ വേണം. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാ. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. Neither my friends nor the bookstore dash the book I need. Neither my friends nor the bookstore dash the book I need. ഇവിടെ neither nor ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം, വെർബ് രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് ആക്ട് ചെയ്യണം. ദ ബുക്ക് സ്റ്റോർ സിംഗുലർ ആണ്, അപ്പം നമുക്ക് എന്ത് മതി, ഹാസ് മതി. neither my friends nor the bookstore has the book I need. 394. I tried to explain, but he refused dash and went on. I tried to explain, but he refused to listen. അവൻ ശ്രദ്ധിക്കാനായിട്ട് റെഫ്യൂസ് ചെയ്തു. and went on grumbling, അല്ലേ, and went on grumbling. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്, they showed her the easiest way to do it. The passive form of the sentence. They showed her the easiest way to do it. അപ്പോൾ എന്ത് വരും, ദേ ഷോവിഡ് ഹെർ. ഇവിടെ രണ്ട് ഒബ്ജക്റ്റ് വരുന്നുണ്ട് അല്ലേ, ഇവിടെ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. അതായത് ദേ ഷോവിഡ് ഹൂം, ആരെ, ഹെർ. അപ്പോൾ അതൊരു ഒബ്ജക്റ്റ് ആണ്. വാട്ട്, ദ ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ്. അപ്പോൾ നമുക്കറിയാം രണ്ട് ഒബ്ജക്റ്റ് വരുന്ന കേസിൽ നമ്മൾ ആദ്യം ഏതെടുക്കണം, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എടുക്കുക. എക്സ്പ്ലനേഷൻ നോക്കിയേ, ഈ സെൻറ്റൻസിൽ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വെർബിനോട് വാട്ട് ഓർ ഹൂം എന്ന് ചോദിക്കുക. ഹൂം ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ഹെർ. വാട്ട് ചോദിക്കുമ്പോൾ എന്ത് കിട്ടും, ദ ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ് എന്ന് കിട്ടും. ഇവിടെ വാട്ട് എന്ന ചോദ്യത്തിന് ലഭിച്ചിരിക്കുന്ന ഉത്തരം ദ ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ് എന്നും, ഹൂം എന്ന ചോദ്യത്തിന് ലഭിച്ചിരിക്കുന്ന ഉത്തരം ഹെർ എന്നുമാണ്. ഹെർ എന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പം ഇത് ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ് എന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റുമാണ്. അപ്പം രണ്ട് ഒബ്ജക്റ്റ് വെച്ച് പാസീവ് വോയിസ് ഉണ്ടാക്കാമെങ്കിലും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉപയോഗിച്ച് പാസീവ് വോയിസ് ഉണ്ടാക്കുന്നവരാണ് കൂടുതൽ സ്വീകാര്യത. അപ്പം നമ്മൾ ഹെറിനെ സബ്ജക്റ്റ് ആക്കുമ്പോൾ എന്തായി മാറി, അത് ഷീ ആയി മാറി. ദെൻ ഷീ വാസ് ഷോൺ ദ ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ്. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. ദെൻ 396, എ ഡാഷ് ഓഫ് സെയിലേഴ്സ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ ചോദിച്ചിരിക്കുന്നത്, കളക്റ്റീവ് നൗൺ ആണ്. എ ക്രൂ ഓഫ്, CREW, എ ക്രൂ ഓഫ് സെയിലേഴ്സ്. 397, ഹെർ അയൺ വിൽ ആൻഡ് ഡാഷ് കമ്മിറ്റ്മെന്റ് പുട്ട് ഹെർ ഓൺ ദി ടോപ്പ്. ഹെർ അയൺ വിൽ ആൻഡ് അൺഫ്ലിഞ്ചിങ് കമ്മിറ്റ്മെന്റ്. ഹെർ അയൺ വിൽ ആൻഡ് അൺഫ്ലിഞ്ചിങ് കമ്മിറ്റ്മെന്റ് പുട്ട് ഹെർ ഓൺ ദി ടോപ്പ്. 398, ഇഫ് യു ആർ അണ്ടർ എ ക്ലൗഡ് ഇറ്റ് മീൻസ്. പിള്ളേരെ ഇത് ഇഡിയത്തിനകത്ത് എഴുതി വെക്കാം. നിങ്ങൾക്കൊരു ബുക്കിലെ ഇഡിയം എഴുതാൻ ഞാൻ എപ്പോഴും പറയില്ലേ, ആ ഇഡിയത്തിൽ എഴുതിക്കേ അണ്ടർ എ ക്ലൗഡ്. അണ്ടർ എ ക്ലൗഡ് മീൻസ് യു ആർ ഇൻ എ ട്രബിൾ. അണ്ടർ എ ക്ലൗഡ്, ക്ലൗഡിനടിയിൽ എന്ന് പറഞ്ഞാൽ ഇൻ എ ട്രബിൾ. അണ്ടർ എ ക്ലൗഡ്, ഇൻ എ ട്രബിൾ എഴുതൂ. ഇഫ് യു ആർ അണ്ടർ എ ക്ലൗഡ് ഇറ്റ് മീൻസ് യു ആർ ഇൻ ട്രബിൾ. 399, ദ എക്സ്പാൻഷൻ ഓഫ് NCLTS. ചില വർഷങ്ങളിൽ ഇതുപോലെ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. ഇപ്പോൾ എല്ലാം ഒന്നും നമുക്കങ്ങനെ പഠിച്ചു വെക്കാൻ പറ്റത്തില്ല. സോ കാണുന്നവ നോട്ട് ചെയ്ത് പോവുക. NCLT എന്ന് പറഞ്ഞാൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. പിക്ക് ഔട്ട് ദി കറക്റ്റ് സ്പെൽറ്റ് വേർഡ്. ഡെർത്ത്, ട്രൂസ്, ക്യാമ്പയിൻ, സ്കഫിൾ. DEARTH, ഡെർത്ത് ആണ് കറക്റ്റ് സ്പെല്ലിംഗ് വന്നിരിക്കുന്നത്. ഡെർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്കേഴ്സിറ്റി അല്ലേ, ക്ഷാമം. അതാണ് എന്താ, ഡെർത്ത്. അപ്പോൾ നമ്മൾ 400 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. എന്തൊരു സന്തോഷം. ഇനി 600 എണ്ണമല്ലേ ഉള്ളൂ. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്ത് പോകാം. ഡെയിലി ഓരോന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് എക്സാമിനേഷനും യൂസ്ഫുൾ ആവുന്ന ബുക്കാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഒക്കെ ഇതേക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യുക. നമ്മൾ യൂട്യൂബിലിടുന്ന വീഡിയോയ്ക്കൊക്കെ ഒന്ന് ബുക്കിൻ്റെ കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യുമല്ലേ. അപ്പം ചെയ്തിട്ട് പറയുമല്ല, എങ്കിലും പറയുവാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നും സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് കുട്ടികൾ നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. കുറേ പേരൊന്നും എന്തോ അനങ്ങുന്നില്ല. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചാലേ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കാം. എനിവേ എനിക്കറിയത്തില്ല.
അപ്പം ഓക്കെ, നമ്മുടെ യൂട്യൂബിലൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്